വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 30 തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. വചനത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് സ്ത്രീയുടെ സ്വഭാവ സവിശേഷതകളും ദൈവഭക്തിയുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതും നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. ഏറെ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് മകളും ഭാര്യയും സഹോദരിയും അമ്മയും വല്യമ്മയും ഒക്കെ ആയി ചെന്ന് നിൽക്കുന്നുണ്ടല്ലോ. വചനം എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ വ്യക്തിത്വത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു വനിതാ നേതൃത്വ കൂട്ടായ്മ ആത്മീയമായി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ആൻറ്റിക്ക് ഏകദേശം 65 വയസ്സോളം പ്രായമുണ്ട്. കുറച്ച് നാളുകളായി അധികമൊന്നും അറിയാൻ പാടില്ല എങ്കിലും പല മീറ്റിങ്ങുകളിലും വെച്ച് പരിചയപ്പെട്ടിരുന്ന ഒരു ആൻറ്റിയാണിത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ആത്മീയമായി അല്പമൊക്കെ പ്രവർത്തിച്ച് ആൻറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 4 ദിവസത്തെ ഒരു ക്യാമ്പായിരുന്നു. അപ്പം ആ 4 ദിവസം കൊണ്ട് പരസ്പരം കൂടുതൽ അറിയാനായി സാധിച്ചു. മാതാപിതാക്കൾ ഏറെ ദൈവഭക്തിയും തീഷ്ണതയും നിറഞ്ഞവരായിരുന്നു. 3 മക്കളാണ്. 3 പേരെയും ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിക്കുക എന്നത് ആ കുടുംബത്തിൻ്റെ ഒരു റുട്ടീനായി മാറിയിരുന്നു. എന്ത് അസുഖമുണ്ടെങ്കിൽ പോലും 3 മക്കളെയും വിളിച്ചുണർത്തി കട്ടൻ കാപ്പിയും കൊടുത്ത് രാവിലെ മാതാപിതാക്കളും ഈ 3 മക്കളും ഒരുമിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ പറ്റുന്നത്ര ദിവസങ്ങളിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിരുന്ന ഒരു കുടുംബം. ആൻറ്റി പറയുകയുണ്ടായി, രാവിലെയും വൈകിട്ടും നിർബന്ധമായും ജപമാലയും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളും ഉണ്ട്. രാവിലെ 5:30 മണിയാകുമ്പോൾ അപ്പച്ചൻ ഒരു കൃഷിക്കാരനാണ്. ഈ ആൻറ്റിയുടെ അപ്പച്ചൻ്റെ കാര്യമാണ് പറഞ്ഞത്. 5:30 മണിയാകുമ്പോൾ അന്നത്തെ കാലത്ത് വിളക്ക് കൊളുത്തി ക്രൂശിത രൂപത്തിന് മുമ്പിൽ അപ്പച്ചനിരുന്ന് പ്രാർത്ഥന തുടങ്ങും. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം, പൊതിച്ചോറാക്കണം. ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ കുടുംബം. അടുക്കള ജോലിക്കിടയിലും അമ്മച്ചിയും വന്ന് ഫുൾ ടൈം പ്രാർത്ഥനയിൽ പങ്കെടുക്കും. മക്കൾ 3 പേരും ആ സമയത്ത് ഉണർന്ന് നിലത്ത് പായ് വിരിച്ച് പ്രാർത്ഥനകൾ ആരംഭിക്കും. അതിനുശേഷമാണ് വിശുദ്ധ ബലിയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നത്. തിരിച്ചു വന്ന് എല്ലാവരും അവരവരുടെ ജോലിയിൽ വളരെ ബിസി ആയിരിക്കും. പഠിത്തവും ജോലിയും കാർഷിക പ്രവർത്തനവും
വീട്ടുജോലിയും ഒക്കെയായി കുടുംബാംഗങ്ങളെല്ലാവരും നല്ല തിരക്കിലാകും. വീണ്ടും സന്ധ്യയ്ക്ക് പള്ളിമണി അടിക്കുന്ന സമയം 6:30 കഴിയുമ്പോൾ രൂപത്തിനു മുമ്പിൽ തിരി തെളിച്ച് വീണ്ടും പ്രാർത്ഥനകൾ ആരംഭിക്കും. ആൻറ്റിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ 1.5 മണിക്കൂർ നീളുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും ആ ഭക്ഷണമേശയ്ക്ക് ചുറ്റിനും ഇരുന്ന് എല്ലാത്തരം വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതും. അങ്ങനെ സ്വച്ഛസുന്ദരമായ ഒരു ജീവിതം കുറെ ഏറെ നാളുകൾ പോയപ്പോഴാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അപ്പച്ചനെ വിധി തട്ടിയെടുത്തത്. യേശുവിൻ്റെ അടുക്കലെത്തിയ അപ്പച്ചൻ തീർച്ചയായും വീണ്ടും ഈ കുടുംബത്തിന് മധ്യസ്ഥത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ആൻറ്റിക്കൊന്ന് ജോലിയായിട്ടില്ല, വിവാഹവും നടന്നിട്ടില്ല, ഇളയ സഹോദരങ്ങളുണ്ട്. എന്നാൽ അവരുടെ കാര്യമെല്ലാം കർത്താവ് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊടുത്തു. കേരളത്തിലെ തന്നെ ഒരു ഗവൺമെൻറ് കോളേജിൽ ടീച്ചറായിട്ട് നന്നേ ചെറുപ്പത്തിൽ ആൻറ്റി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ചേച്ചി പറയുകയാണ്, ഒരു അനുജൻ അത്രയൊന്നും പഠിക്കുന്നില്ലായിരുന്നു, എങ്കിൽ കൂടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തീർച്ചയായും 3 മക്കളും ഏറെ സുരക്ഷിതമായ ജോലിയിൽ പ്രവേശിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇതേ പാരമ്പര്യം അടുത്ത തലമുറയിലേക്കും പകർന്നുകൊണ്ടിരുന്നു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആൻറ്റിയുടെ സംസാര രീതി തന്നെ മക്കള്, മരുമക്കള്, കൊച്ചുമക്കൾ എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന രീതിയിൽ. ഒരു ദേഷ്യമോ വാശിയോ അനാവശ്യമായ ഒരു വാക്കോ ഈ ആൻറ്റിയുടെ വായിൽ നിന്ന് വരാറേയില്ല. സൈലൻ്റായിട്ട് ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നും, ഒരുപാട് സംസാരമൊന്നുമില്ല. ഇങ്ങനെ പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു വിവരം പങ്കുവയ്ക്കുകയുണ്ടായി. കുടുംബജീവിതത്തെ പറ്റിയും ആൻറ്റി വാചാലയായി. അത്രയേറെ തീഷ്ണമതിയല്ലാത്ത ഒരു ഭർത്താവിനെയാണ് ആൻറ്റിക്ക് ലഭിച്ചത്. എങ്കിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാറില്ലായിരുന്നു. തൻ്റെ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ അതേ പാരമ്പര്യം സ്വന്തം കുഞ്ഞുങ്ങളിലേക്കും ആൻറ്റി പകർത്തി കൊടുക്കുകയുണ്ടായി. 5 മക്കളുടെ മാതാവായ ഈ ആൻറ്റി പറയുകയാണ്, മക്കളെ എല്ലാവരെയും അടിയുറച്ച ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നത് മാത്രമായിരുന്നു ആൻറ്റിയുടെ ലക്ഷ്യം. പഠനത്തിൽ ഒരു കോമ്പറ്റീഷനോ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളിൽ ഒരു ആധിപത്യമോ ഒന്നും ആൻറ്റി ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വളർത്താനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. 5 മക്കളും പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിറഞ്ഞ് ജീവിക്കുകയാണ്. അവിടം കൊണ്ടും കഴിഞ്ഞില്ല. ജോലി ചെയ്ത സ്ഥാപനം ഒരു ഗവൺമെൻറ് സ്ഥാപനമായിരുന്നിട്ട് കൂടെ തന്നാലാവും വിധം കുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനും ആത്മീയതയിലേക്ക് അവരെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും കൈ പിടിച്ച് കൊണ്ടുവരാനും ഈ ആൻറ്റിക്ക് സാധിച്ചു. വീണ്ടും കൊച്ചുമക്കളായ സമയത്ത് ബൈബിൾ കഥകളും CD-യിൽ ആത്മീയതയും എല്ലാം ഉൾക്കൊള്ളിച്ച് 8 കൊച്ചുമക്കൾ ഇപ്പോൾ ആൻറ്റിക്കുണ്ട്. 8 പേരും ഒന്നിച്ച് വീട്ടിൽ കിട്ടുന്ന സമയം ഒന്നിച്ചിരുത്തി ബൈബിൾ കഥകളും ബാക്കി കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം പഠിപ്പിക്കാനായിട്ട് ആൻറ്റിക്ക് സാധിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ മനസ്സിൽ കാണുന്ന പോലെ ഉള്ള ഒരു കുടുംബം തീർച്ചയായിട്ടും അതിൽ സ്വരച്ചേർച്ചയില്ലായ്മകളും ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നത് സത്യം തന്നെ. എങ്കിലും ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് അവരാരും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആൻറ്റി ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു, ദൈവാനുഗ്രഹം ഉള്ള ഒരു കുടുംബമായി തീരണം എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയിലുള്ളൂ. അല്ലാതെ ജോലി, വിവാഹം, സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങളെ അല്ല. ഒരു വചനം ആൻറ്റി കൂട്ടിച്ചേർത്തു, മത്തായി 6:33.
ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൂത്രവാക്യം. പ്രിയപ്പെട്ടവരെ, ഏറെ അഡ്മയർ ചെയ്ത് ചേച്ചിയുടെ ജീവിത ചരിത്രം ശ്രവിച്ചു. കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ ഒരനുഭവമായിരുന്നു. കണ്ണടച്ച് പൂർണ്ണ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, അതുപോലെ ബൈബിൾ വായിച്ചതിന് ശേഷം അതിലെ വചനങ്ങളിൽ കൂടെ എന്ത് മെസ്സേജാണ് കിട്ടിയത് എന്ന് ഒരു വെളിപ്പെടുത്തലും കൂടെ ആൻറ്റിക്ക് ലഭിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും എന്നെ ഏറെ ആകർഷിച്ച ഒരു ജീവിതത്തിൻ്റെ ഏതാനും ഏടുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു വച്ചത്. മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഏറെ വിഭിന്നമായ സ്വഭാവ സവിശേഷതകളുള്ളവരായിരുന്നിട്ട് കൂടെ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും ഈ ആൻറ്റിയോട് ഇടപെടുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു സ്ത്രീയുടെ ജീവിത യാത്രയിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഐഡിയലായിട്ട് അഥവാ മാതൃകാപരമായിട്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആൻറ്റിയോട് ഏറെ ബഹുമാനം തോന്നുകയുണ്ടായി. പല ജീവിത പാഠങ്ങളും പകർന്നു തന്നത് ഇന്നും എൻ്റെ മനസ്സിൽ ഏറെ പച്ചപ്പോടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കെല്ലാവർക്കും റോൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പരിശുദ്ധ അമ്മയിൽ നിന്നാകട്ടെ തുടക്കം. ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തീരുമാനം, ഒരു കർത്തവ്യം ദൈവികമായി ഏൽപ്പിക്കപ്പെട്ടപ്പോഴും പെട്ടെന്ന് ഒരു മറുചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എങ്കിലും അടുത്ത നിമിഷം തന്നെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മയാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായി നിലകൊള്ളുന്നത്. വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സംശയങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ചിരുന്ന അമ്മ. നമ്മുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടക്കുമ്പോഴും പല വിഷമസന്ധികളിലൂടെ പ്രതിസന്ധികളിലൂടെ കടക്കുമ്പോഴും അമ്മയുടെ ഈ മനോഭാവം നമുക്ക് പ്രചോദനം പകരട്ടെ. ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചില്ലെന്ന് ഇരിക്കാം, ചില കാര്യങ്ങൾ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരിക്കാം. കുടുംബത്തിൽ മകളും ഭാര്യയും അമ്മയും വല്യമ്മയും സഹോദരിയും ഒക്കെയായി കടന്നു പോകുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കുമ്പോൾ മാതാവിൻ്റെ ഈ മാതൃക നമ്മെ നയിക്കട്ടെ. വീണ്ടും മാതാവിൻ്റെ വേറെ ഒരു പ്രവർത്തന മാതൃക നമ്മെ ഏറെ ആകർഷിച്ചിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു കുടുംബം അപമാനത്തിൻ്റെ വക്കിലായി നിന്ന സമയം അവരാവശ്യപ്പെടാതെ തന്നെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ അമ്മ, ആരും അറിയാതെ ആരാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ആ ആളുടെ ചെവിയിൽ ആ വിവരം വളരെ കോൺഫിഡൻഷ്യലായി എത്തിക്കുകയാണ് ഉണ്ടായത്. 3-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. വീണ്ടും 5-ാം വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അമ്മ പരിചാരകരോട് പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മാതാവ് ഒരു ക്രെഡിറ്റും അവിടെ എടുക്കാൻ പോയില്ല. യേശു പറയുന്നത് ചെയ്യുവിൻ എന്ന് മാത്രമാണ് അമ്മ അവിടെ പറഞ്ഞത്.
ഇന്നും ഏറെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട വചനം ഇതാണ്. അമ്മ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മഹത്വം യേശുവിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അമ്മ നയിച്ചത് എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ വചനം. നമുക്ക് ഈ മാതൃക അനുകരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല കുടുംബങ്ങളിലും ഇതുപോലുള്ള ആവശ്യങ്ങളുണ്ടാകും. അപമാനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന അനേകം കുടുംബങ്ങളുണ്ടാകാം. അവരുടെ കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി എവിടുന്ന് സഹായം കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ അവതരിപ്പിക്കുകയും അവരെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ തക്ക രീതിയിൽ കൊട്ടിഘോഷിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ സാധിക്കും എന്ന് അമ്മ നമുക്ക് മാതൃക പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് എന്നതാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും മഹനീയമായ ഒരു ദൗത്യം ഗർഭധാരണം, പ്രസവം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷയമാകയാൽ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി കൂടുതൽ പഠിക്കാനിടയായപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാനത് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചു. ഓരോ അമ്മയും ഗർഭിണിയാകുന്ന ആ ഒരു സമയം തൻ്റെ ജീവൻ ഉദരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി പണയപ്പെടുത്തുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം ജീവന് അപകടമായേക്കാം എന്നറിഞ്ഞിരുന്നിട്ടും ഏറെ സന്തോഷത്തോടെ ദൈവം തന്നിലേൽപ്പിച്ച ആ കർത്തവ്യം നിർവഹിക്കുന്ന ഓരോ അമ്മയും എന്തുകൊണ്ടും ഈ സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്നു. എന്തെല്ലാം ബലഹീനതകളും പോരായ്മകളും ഉണ്ടെങ്കിൽ കൂടെ ആ ദൗത്യം അവൾ ഏറ്റെടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വളരെ വലിയ ഒരു സ്ഥാനത്തിന് അവൾ അർഹയാകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അമ്മയുടെ ശരീരവും രക്തവും ഭക്ഷിച്ചാണ് ഒരു ഗർഭസ്ഥ ശിശു വളർന്ന് വലുതാകുന്നത്. അമ്മയുടെ രക്തത്തിലൂടെയാണ് കുഞ്ഞിനാവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത് എന്ന കാരണത്താൽ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഒരു വ്യക്തിയുടെ ജനനത്തിൽ മാതാവിനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പന് സ്ഥാനമില്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ മാതാവിന് അല്പം കൂടെ ഉയർന്ന ഒരു സ്ഥാനം ഉണ്ട്. അപ്പോൾ നമുക്കൊരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വചനത്തിലൂടെ നോക്കുമ്പോൾ നമ്മളിത് കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 49 അധ്യായം 15 വചനം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു വചനമാണിത്. വചനം ഇങ്ങനെ പറയുന്നു: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ദൈവത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ദൈവം ചേർത്ത് നിർത്തുന്നതാണ് ഒരമ്മയെ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുന്നു, കുഞ്ഞുങ്ങളെ വേണ്ടാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നു, ഈ അമ്മയുടെ കാര്യത്തെപ്പറ്റി എന്ത് പറയുന്നു? ഞാൻ ഈ വചനം ആഴത്തിൽ വായിക്കും തോറും എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. വചനം ചോദിച്ചിരിക്കുന്നത് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ എന്നതാണ്. ഞാൻ PhD ചെയ്തിരിക്കുന്ന വിഷയം ദത്തെടുക്കുന്ന ദമ്പതിമാരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന അനേകം ദമ്പതികളുമായിട്ട് വർഷങ്ങളോളം അടുത്ത് ഇടപഴകാൻ ഇടയായിട്ടുണ്ട്. പഠിച്ച സമയത്തൊന്നും ഇല്ലാത്ത ചിലയേറെ ഉൾക്കാഴ്ചകളാൽ നിറഞ്ഞ സമയങ്ങളായിരുന്നു ആ സ്റ്റഡി ചെയ്ത സമയമെല്ലാം. കുഞ്ഞിനെ മറക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമപരമല്ലാത്ത ഒരു ഗർഭധാരണത്തിൻ്റെ ഫലമായി ഒരു കുഞ്ഞിനെ ഒരു ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പ്രസവിച്ചതിന് ശേഷം അവിടെ കൈമാറിയിട്ട് ആ ഗേറ്റ് കടന്ന് പോകുന്ന അമ്മയുടെ കണ്ണുകൾ നിറയുന്നതും പുറകോട്ട് കുറേയേറെ പ്രാവശ്യം തിരിഞ്ഞു നോക്കി ആ കാഴ്ചയിൽ നിന്ന് മറയുന്നതും ഏറെ വേദനയോടെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അമ്മ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി.
പക്ഷെ ആ അമ്മയ്ക്ക് ഒരു ദിവസമെങ്കിലും ആ കുഞ്ഞിനെ മറക്കാൻ സാധിക്കുമോ? ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല, പക്ഷെ വചനം പറയുന്നു അമ്മയ്ക്ക് ആ കുഞ്ഞിനെ മറക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്നേഹമാണ് ദൈവത്തിന്റെ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒരു അമ്മയുടെ ഭാഗത്തെപ്പറ്റി നാം ചിന്തിച്ചാൽ യെശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 12-13 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും, നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. എത്ര വളർന്നാലും അമ്മയുടെ അടുത്ത് ഒരു കുട്ടി തന്നെയാണ്. അമ്മ സാന്ത്വനപ്പെടുത്തുന്നത് പോലെയും ലാളിക്കുന്നത് പോലെയും സ്ഥിരമായി മറ്റാർക്കും അത് സാധിക്കില്ല എന്നതാണ് വാസ്തവം. അത് പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും എത്രയേറെ അമ്മമാരെ മക്കൾ വേദനിപ്പിച്ചാലും അമ്മയുടെ ഉള്ളിൽ ആ കുഞ്ഞിനോട് ഒരു വാത്സല്യം ഉണ്ടാകും. കാര്യം സംസാരിക്കുമ്പോഴൊക്കെ തിരിച്ചു പറഞ്ഞെന്നിരിക്കും, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കുഞ്ഞിനും ഒരു സ്ഥാനം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. വീണ്ടും 2 മക്കബായരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വചനത്തിൽ ഒരു ഉദാത്ത മാതൃക ലോകത്തിന് തന്നെ തന്ന ഒരമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവവിശ്വാസത്തെ പ്രതി 7 മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മ മക്കളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനം എന്നെ ഏറെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറെ അഭ്യസ്ത വിദ്യയൊന്നും അല്ലാത്ത ഒരമ്മ എങ്ങനെ ദൈവവിശ്വാസത്തിൽ മക്കളെ ശക്തിപ്പെടുത്തി വീരമരണം പ്രാപിക്കാനായി പ്രചോദിപ്പിച്ചു എന്ന വചനമാണത്. വചനം ഇങ്ങനെ പറയുന്നു: അമാതാവ് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. എൻ്റെ ജീവിതത്തിൽ കൗൺസിലിംഗ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ അമ്മമാർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്: എനിക്കെൻ്റെ കുഞ്ഞിനെ പിരിയാൻ സാധിക്കില്ല, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കും എന്നല്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് കുഞ്ഞുങ്ങളുടെ അവകാശിയെന്നും നമുക്ക് കാര്യസ്ഥ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയുമ്പോൾ മക്കളെ ദൈവോന്മുഖരായി വളർത്താൻ നമുക്ക് സാധിക്കും. ദൈവവിശ്വാസത്തിൽ മുന്നോട്ട് നീക്കാനും സാധിക്കും. ഇനി ഭാര്യയുടെ ഒരു ലെവലിലേക്ക് കടക്കുമ്പോൾ, ഒരു ഭാര്യയും അമ്മയും ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഈ വചനവുമായി നമ്മെ തട്ടിച്ചു നോക്കി നമ്മുടെ പോരായ്മകൾ മാറ്റി കറക്റ്റ് ചെയ്യാനുള്ള ഏതാനും വചനങ്ങളാണ് ഇവിടെ പറയുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു, അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. വളരെ അധ്വാനശീലയായ, കുടുംബത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരമ്മ ഉത്തമയായ ഒരു ഭാര്യ തന്നെയാണ്. കുടുംബത്തിൻ്റെ സമ്പത്ത് നിലനിർത്താനും അത് അതിവ്യയം ചെയ്ത് കളയാതിരിക്കാനും അവൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഭാര്യ. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് തൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടേ അവൾ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകൂ. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും, പല അമ്മമാരും കുടുംബാംഗങ്ങളെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് ഉറങ്ങുന്നത്. അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ കൂടെ പ്ലാൻ ചെയ്താണ് സാധാരണ ഒരമ്മ
കുടുംബത്തെ നോക്കുന്നത്. മാത്രമല്ല, അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടാണ് അടുത്ത തലമുറ വളരുന്നത്. മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട്. എത്ര കരുതലോടെയാണ് കുടുംബാംഗങ്ങളെ അവൾ ശുശ്രൂഷിക്കുന്നത്. ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു. അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനിയും എന്നെ ആകർഷിച്ച ഒരു വചനം, അവൾ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവർ ശ്രദ്ധാപൂർവം വിവക്ഷിക്കുന്നു. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നേയില്ല. പ്രിയപ്പെട്ടവരെ, സമയമുള്ളപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾ വായിക്കണം. വചനം നമ്മിലേക്ക് അഭിഷേകമായി നിറയും. എല്ലാ സ്ത്രീകളെയും ഈ സമയം പല റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വചനാനുസൃതമായി മുന്നോട്ട് നയിക്കാൻ ഈ വചനങ്ങൾക്കാകട്ടെ. പല വിധത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന അനേക സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറെ മൂല്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വചനങ്ങൾ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം എല്ലാ സ്ത്രീകളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ മഹത്തായ ഭാഗഭാക്ക് മനസ്സിലാക്കാനുള്ള വചനങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് കടത്തിക്കൊണ്ട് പോയല്ലോ. ദൈവമേ, കുടുംബത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുന്ന, പല റോളിൽ കൂടെ അങ്ങയുടെ വചനം മാംസം ധരിക്കാൻ കുടുംബത്തിന് കാരണമാകുന്ന എല്ലാ സ്ത്രീകളെയും സമർപ്പിക്കുന്നു. രോഗത്താലും ദുഃഖത്താലും നിരാശയാലും സങ്കടത്താലും വലയുന്ന എല്ലാ സ്ത്രീകളെയും കർത്താവേ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് സ്ത്രീകളോടൊരു പ്രത്യേക അലിവുണ്ടായിരുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ നിർവഹിക്കാൻ വേണ്ട കൃപയാൽ നിറയ്ക്കണമേ. എല്ലാ സ്ത്രീകളെയും അങ്ങേ ആത്മാവാൽ നിറയ്ക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കൾക്ക് അങ്ങ് വഴികാട്ടിയാകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി. കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.